സുഹൃത്തേ, പഠിക്കാൻ മടി തോന്നുന്നുണ്ടോ? എങ്കിലും ഗവൺമെൻറ് ജോലി നിങ്ങളുടെ സ്വപ്നമാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ നടന്നിട്ട് കിട്ടാതായി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെ കുറേ പഠിച്ചിട്ട് കിട്ടാതായി പോകുന്ന ആളുകളുടെ പ്രശ്നങ്ങളും പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് നമ്മുടെ ഒന്നാമത്തെ പോയിൻറ്റ്. നോ യുവർ കോമ്പറ്റീറ്റേഴ്സ്. എതിരാളികൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകളാണ് എക്സാം എഴുതാൻ നിൽക്കുന്നത്. അപ്പോൾ കൂടെയുള്ള ആളുകൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവില്ല. നല്ലൊരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്കിതിന് സാധൂകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. ഇനി രണ്ടാമതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ടൈം കൃത്യമായി മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് PSC എക്സാമിന് കൃത്യമായ സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ അടുത്ത പോയിൻ്റ്, ഡെയിലി സ്മോൾ ടാർഗറ്റ് എന്തായാലും വെക്കണം. ഇത്ര ദിവസം കൊണ്ട് ഇത്ര ടോപ്പിക്സ് പഠിച്ചു തീർക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുകയും വേണം. അത് നമ്മൾ അച്ചീവ് ചെയ്യുകയും വേണം. മൂന്നാമതായി പറയുന്ന പോയിൻ്റ്, കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, മോട്ടിവേഷൻ അല്ല. നമ്മൾ കൂടുതൽ മണിക്കൂറൊന്നും പഠിക്കേണ്ട, പക്ഷേ കുറഞ്ഞ മണിക്കൂറുകളാണെങ്കിലും നമ്മളത് ഡെയിലി പഠിക്കാൻ നോക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ കിട്ടുകയുള്ളൂ. നമ്മൾക്ക് പുറത്തുനിന്നും മോട്ടിവേഷനൊന്നും കിട്ടില്ല. നമ്മൾക്ക് ഇവിടെ വേണ്ടത് ഡിസിപ്ലിനാണ്. നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾക്ക് ഈ ജോലിക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഫാർമ ഗോൾ ഗെറ്റർ. PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സുമായി വീണ്ടും കാണാം. ബൈ.